നമസ്കാരം. ഞാൻ മിനിഞ്ഞാന്ന് തായ്വാനിലെത്തി. രാത്രിയായി. ഇന്നലെ നമ്മൾ 1-2 അമ്പലങ്ങളിലേക്ക് പോയി. പിന്നെ കുറേ സൈറ്റ് സീയിങ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ ചില വീഡിയോകൾ സ്റ്റോറേജ് പ്രോബ്ലമൊക്കെ ആയാലും കട്ടായി വന്നു. അപ്പോൾ അതൊന്ന് ഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് തുടക്കത്തിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ആ വീഡിയോയിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തായ്വാനിലേക്ക് അർമേനിയ യാത്ര കഴിഞ്ഞു തായ്വാനിലെത്തിയിട്ട് നമ്മൾ എന്തിനിവിടെ എത്തി വെച്ചാൽ ആറുപട വീട്, ഗുരുവാൻ്റെ ആറുപട വീട്. അതോടൊപ്പം നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ചൈനീസ് ബോർഡറിലേക്കാണ് യാത്ര ചെയ്യാറ് ഒരുപാട്. കാരണം നമ്മുടെ യിങ്യാങ് യാഗം, അത് ഇന്ത്യ ചൈന അതിനുശേഷം ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിൽ എങ്ങനെ എത്ര പവർഫുള്ളായി നടക്കണമെന്നുള്ളത്, പുതിയ ലോകക്രമം വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലവട്ടം. ഞാൻ എല്ലാ പിറന്നാളിലും ഒരു വട്ടം ഹിമാചൽ പ്രദേശ് ധർമ്മശാല, ഒരു വട്ടം സ്പിറ്റി വാലി, ഒരു വട്ടം ഗാങ്ടോക്ക് സിക്കിം, ലാസ്റ്റ് പിറന്നാളിന് കഴിഞ്ഞ മാർച്ച് 29 തവാങ്, അരുണാചൽ പ്രദേശ് തവാങ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യാത്രകൾ ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു പുതിയ ചൈനയുടെ അതിർത്തികളിലേക്ക് പോയി പ്രാർത്ഥിച്ച് പുതിയൊരു ലോകക്രമം ഉണ്ടാക്കാനുള്ള ഭഗവാന്റെ ഡയറക്ഷനിൽ ഇപ്പോൾ തായ്വാനിലെത്തിയിരിക്കുകയാണ്. ചൈനയുടെ വേറൊരു ബോർഡറാണിത്. തായ്വാനും ചൈനയും നമ്മൾ 120 കിലോമീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത്. അത് 120 കിലോമീറ്റർ അപ്പുറം ചൈനയാണ് തായ്വാനിൽ. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. അതും അതിൻ്റെ ഈ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണ്. ചൈനയുടെ അതിർത്തിയുടെ വേറൊരു അതിർത്തിയിൽ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് ഒരു പുതിയ ലോകക്രമം. കാരണം ഭാരതം സൂപ്പർ പവറാണുള്ളത്, ഈ മുരുകത്തിൻ്റെ നിയോഗമാണ്. അതങ്ങനെ തന്നെ നടക്കും ഭഗവാൻ സഹായിച്ച്. അപ്പോൾ ഈ ആറുപട വീടിലേക്ക് കടക്കുമ്പോൾ ഇവിടെ തായ്വാനിലെത്തുമ്പോൾ കഴിഞ്ഞ എൻ്റെ അർമേനിയ ട്രിപ്പിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ജീവൻ, ദുബായിൽ നിന്ന് ജീവനും UK നിന്ന് യുവരാജായിരുന്നു. ജീവൻ നമ്മുടെ ഈ അടുത്ത കാലത്ത് LMRKയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ അതിനുശേഷം വളരെ സജീവമായി മുരുക ഡ്യൂട്ടിയിൽ പങ്കെടുക്കുകയും അതിന് ഭാഗമായി തീരുകയും ചെയ്ത ഒരാളാണ് ജീവനാണ് എൻ്റെ കൂടെ അർമേനിയ വന്നത്. പിന്നെ യുവരാജ് UK അദ്ദേഹം തമിഴ് വംശജനാണ്. UK പൗരനാണ്. പക്ഷേ തമിഴ് വംശജനാണ്, ചെന്നൈക്കാരനാണ്. അദ്ദേഹം മയൂരസിംഹാസനം UK ഇംഗ്ലണ്ടിൽ പ്രതിഷ്ഠിക്കാൻ പോയപ്പോൾ 2018 ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹം എന്നെ തേടി വരികയാണ് ചെയ്തത്, ഭഗവാൻ സഹായിച്ചു. പിന്നെ LMRKയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് മാറുകയാണ് ചെയ്തത്. അവർ രണ്ടുപേരായിരുന്നു ഉള്ളത്. ഇവിടെ നമ്മുടെ തായ്വാനിൽ വന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് വിജയും സുകുമാറാണ്. രണ്ടുപേരും മലേഷ്യയിലുള്ള ആൾക്കാർ, മലേഷ്യൻ പൗരന്മാരാണ്, തമിഴ് വംശജരാണ്. അതിൽ സുകുമാർ 2017 മുതൽ LMRKയുടെ ഭാഗമാണ്. മലേഷ്യയിലൊരു കമ്പനി വെച്ചിരിക്കുകയാണ് അദ്ദേഹം. എല്ലാ പ്രാവശ്യവും LMRKയുടെ എല്ലാ ദൗത്യത്തിനും അദ്ദേഹത്തിന് ചെയ്യാവുന്ന പരമാവധി സഹായങ്ങൾ ചെയ്ത് LMRKയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. വിജയ് സുകുമാറിൻ്റെ ഫ്രണ്ടാണ്. വിജയുടെ ഒരു ജീവിതം പറയുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു കാര്യമാണത്. കാരണം അദ്ദേഹം ടൊയോട്ട കമ്പനിയുടെ ഒരു വലിയൊരു സീനിയർ പോസ്റ്റിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. 7 രാജ്യങ്ങളുടെ ചുമതലയുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ലോകം മുഴുവൻ പറന്ന് നടക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിനൊരു അസുഖം പിടിപെടുകയാണ്. അത് ക്യാൻസറായിരുന്നത്. ആകെ തകർന്നൊരവസ്ഥ, ഡോക്ടർമാർ കൈവിട്ട അവസ്ഥ. ആ സമയത്താണ് സുകുമാറിൻ്റെ ഫ്രണ്ടായിരുന്നു വിജയ്. സുകുമാർ വഴി മുരുകവാനിലേക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എത്തുകയാണ് ചെയ്തത് വിജയ്. പക്ഷെ പിന്നെ ഭഗവാന്റെ ഒരു ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന ഭഗവാന്റെ പാദത്തിൽ വെക്കണം പോലെ വിജയുടെ പ്രാർത്ഥനയും ഞാൻ ഭഗവാന്റെ പാദത്തിൽ വെച്ചു. ഭഗവാൻ അതിൽ സൈൻ ചെയ്തു. ഭഗവാന്റെ തലോടൽ കിട്ടി. വിജയ് ജീവിതത്തിലേക്ക് വളരെ വേഗം തിരിച്ചു വന്നു. ഈ അടുത്ത് കൈലാസത്തിൽ പോയി കൈലാസ പരിക്രമം ചെയ്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം. തായ്വാനിൽ അദ്ദേഹത്തിന് ഭയങ്കര ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിന് മെയിൻ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഇവിടെയുണ്ട്. ഒരു 50ഓളം പ്രാവശ്യം തായ്വാനിൽ വന്നിട്ടുള്ള ഒരാളാണ് വിജയ്. അപ്പോൾ വിജയാണ് ഇവിടുത്തെ എൻ്റെ എല്ലാ യാത്രകളും ഒക്കെ കോർഡിനേറ്റിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാനും വിജയും സുകുമാറും കൂടി ഈ തായ്വാനിലെത്തിയത്. അപ്പോൾ തായ്വാനിലെത്തുമ്പോൾ തായ്വാൻ ആറുപട വീടിൻ്റെ 4ാമത്തെ പടവീടാണ്. ഓർഡർ കറക്റ്റ് ആവണമെന്നില്ല ഞാൻ, കാരണം 4ാമത്തെ എന്ന് പറയുന്നത് 3 പടവീടാണ് എനിക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് കുമാരികാണ്ഡം സമയത്ത് 6 പടവീട് ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. മുരുകവാൻ്റെ വയ്യാപുരി എന്നുള്ള ക്യാപിറ്റൽ, അതിന് ചുറ്റും 6 പടവീട്. അതിൽ വയ്യാപുരി 6 പടവീടിൽ പെടുമോ എന്ന് എനിക്കിപ്പോൾ അറിയില്ല. പക്ഷേ ഈ 6 പടവീട് അങ്ങനെയായിരുന്നു ലോകത്തിന് ചുറ്റുമുള്ളത്.
അവിടെ മുരുകൻ 6 ആർമി ക്യാമ്പാണ് അത്. അവിടെ നിന്ന് മുരുകൻ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്ത് ഭരിച്ചിരുന്ന സമയം. കുമാരിയാണ് കടലെടുത്തപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ തമിഴ്നാട്ടിൽ വന്ന് അവർ ആ ഓർമ്മയ്ക്കായിട്ട് 6 പട വീട് തമിഴ്നാട്ടിൽ വെച്ചു. പഴനി, തിരുത്തണി, സ്വാമിമല, തിരുപ്പുറംകുണ്ട്രം, തിരുച്ചെന്തൂർ, പഴമുതിർച്ചോല. അപ്പോൾ 6 പട വീട്, അങ്ങനെയാണ് 6 പട വീട് അവർ ഓർമ്മിച്ചത്. പഴനിയിലെത്തിയ ആൾക്കാർ പഴനിക്ക് വയ്യാപുരി, കാരണം മുരുകൻ്റെ തലസ്ഥാനത്തിന് ഒരു വയ്യാപുരി എന്നായിരുന്നു, ആ ഓർമ്മയ്ക്ക് ആ പേരിട്ടു. വയ്യാപുരി എന്നിട്ട് പഴനിക്ക് വയ്യാപുരി എന്ന് പേരുണ്ട്. വയ്യാപുരി എന്ന് പറഞ്ഞാൽ വയ്യ എന്ന് പറഞ്ഞാൽ ലോകം, പുരി എന്ന് പറഞ്ഞാൽ തലസ്ഥാനം, ലോകത്തിൻ്റെ തലസ്ഥാനം. അപ്പോൾ ഈ 6 പട വീട് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാർ വെച്ച തമിഴ്നാട്ടിൽ വെച്ച 6 പട വീടാണ് നമ്മളിപ്പോൾ 6 മുരുകനെ പ്രധാനപ്പെട്ട അമ്പലങ്ങളായിട്ട് പോയി പ്രാർത്ഥിക്കുന്നത്. ആ മുരുകൻ ലോകം മുഴുവൻ മുരുകയുഗത്തിൽ തിരിച്ച് ഈ 6 പട വീട്ടിലേക്ക് തിരിച്ച് ആ എനർജി പോയി ലോകം കൺട്രോൾ ചെയ്യണ ആ ലെവലിലേക്ക് മാറേണ്ട സമയമാണ് ഈ മുരുകയുഗത്തിൽ. ആ സമയത്താണ് ഭാരതം സൂപ്പർ പവർ ആവേണ്ടത്. അതിന് വേണ്ട ദൗത്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എല്ലമാർക്കയുടെ ദൗത്യമായിട്ട് മുരുകൻ ഡയറക്റ്റ് ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് 12 കൊല്ലത്തിൻ്റെ യാത്രയ്ക്ക് ശേഷം 2005 എൻ്റെ യാത്ര തുടങ്ങുന്നത്. 12 കൊല്ലത്തിന് ശേഷം 2017 ഷഷ്ടി ദിവസം മെയ് 1 നമ്മൾ എല്ലമാർക്ക് മുരുകൻ്റെ നിർദ്ദേശത്തിൽ പഴനിമലയിൽ പഴനിയാണ്ടവനെ പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2018 എനിക്ക് ആദ്യത്തെ 6 പട വീട് പറഞ്ഞത്. അത് ഓസ്ട്രേലിയയിലെ ബ്ലൂ മൗണ്ടൻ ആയിരുന്നു. അതിന് ശേഷം ആണ് രണ്ടാമത്തെ 6 പട വീട് പറഞ്ഞിരുന്നത്. അത് 2018 പറഞ്ഞിരുന്നത്. അത് റീയൂണിയൻ ഐലൻഡ് ആയിരുന്നു. അതിനുശേഷം മൂന്നാമത്തെ 6 പട വീട് ഞങ്ങൾക്ക് പോകാൻ പറഞ്ഞത് 2020 അത് ഉജ്ജയിനായിരുന്നു. ഓസ്ട്രേലിയയിൽ ഞാൻ പോയി, റീയൂണിയനിൽ പോയി, അതിനുശേഷം ഉജ്ജയിനിലും പോയി. 2021 സ്കന്ദഭാരത മഹായാഗം ചെയ്യുമ്പോൾ ഉജ്ജയിനിൽ മുരുക പൂജ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ 2013 ആസ്ട്രൽ വേൾഡിൽ മുരുകയുഗം ആരംഭിച്ച് 2020 ഫിസിക്കൽ വേൾഡിൽ ആരംഭിച്ച ശേഷം ലോകത്തുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ എത്രത്തോളം പവർഫുള്ളാണ്, ഭാരതത്തിൽ എത്രത്തോളം അനുകൂലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്ഥലങ്ങളിൽ പോയി കുമാരികാണ്ഡത്തിലെ ആൾക്കാരെ പ്രാർത്ഥിച്ച് മുരുകനെ പൂജിച്ച് 6 പട വീട് പോയി അവിടെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. 3 പട വീട് ഭഗവാൻ ആക്ടിവേറ്റ് ചെയ്തത് 2020 മുമ്പാണ്. ആ 3 പട ആക്ടിവേറ്റ് ചെയ്തപ്പോഴേ ലോകത്തെ എത്രയധികം മാറ്റങ്ങൾ വരണു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എത്രയധികം ഗംഭീരമായ മാറ്റങ്ങൾ ഭഗവാൻ കൊണ്ടുവന്നു. 3 പട വീട് ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ. 4ാമത്തെ പട വീട് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്നെ ഇങ്ങോട്ട് തായ്വാനിലേക്ക് അയച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് കുമാരികാണ്ഡത്തിൽ ജനങ്ങളെ പ്രാർത്ഥിച്ച് മുരുകനെ പ്രാർത്ഥിച്ച് ഞാൻ ആ ദൗത്യം നിർവഹിക്കാൻ പോവുകയാണ്. അപ്പോൾ 4ാമത്തെ പടം ആക്ടിവേറ്റ് ആകുമ്പോൾ ഇനി എന്തെല്ലാം ഈ ലോകത്ത് ഭഗവാൻ ചെയ്യാൻ പോകണമെന്നുള്ളത് കാണാം. അപ്പോൾ അങ്ങനെ ഞാൻ ആ ദൗത്യം നിർവഹിക്കാൻ ഭഗവാൻ അനുഗ്രഹത്താൽ വന്നിരിക്കുകയാണ്. എൻ്റെ തായ്വാനിലെ യാത്ര തുടരുകയാണ്. കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോകളിൽ വരാം. ഇപ്പോൾ ഈ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ തായ്വാനിലെത്തി. തായ്വാനിലെ വിശേഷങ്ങളൊക്കെ പറയാം. ഇത് സ്റ്റാർട്ടിങ് വീഡിയോ ആണ്. ഒരു അമ്പലത്തേക്ക് പോവുകയാണ്. ആ അമ്പലത്തേക്ക് പോകുമ്പോൾ ഉള്ള ഒരു കാഴ്ചകളിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇപ്പോൾ തായ്വാനിലെത്തി നിങ്ങൾക്ക് എന്തിനു വേണ്ടി ഞാൻ തായ്വാൻ ഭഗവാനെ അയച്ചതെന്ന് അറിയാം. 6 പട വീടിലത്തെ ഒരു പട വീടാണ് ഇവിടെ. ഇത് ഇവിടുത്തെ കടലെടുക്കും. അപ്പോൾ ആ എനർജി എടുക്കാൻ വേണ്ടിയിട്ടും ആ എനർജിക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഡയറക്ഷനിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം ഞാൻ. ഇപ്പോൾ തൽക്കാലം ഈ കാഴ്ചകളിലേക്ക്, ഈ ഒരു അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഓക്കെ കൊഞ്ചം കഴിഞ്ഞിട്ട് എടുക്കാം. നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തായ്വാനിൽ എത്തി. നമുക്കറിയാം 6 പട വീട്, ഒരുപാട് 6 ആർമി ക്യാമ്പ്. നമ്മളിപ്പോൾ എല്ലാവരുടെയും പറയണതാണ്
ഇവിടെ ഭയങ്കര സൗണ്ട് ഉണ്ട്, അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആർമി ക്യാമ്പ് അത് കുമാരികാണ്ട സമയത്ത് ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. കുമാരികാണ്ടത്തിന് ശേഷം മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരെ ഒരു ഓർമ്മയ്ക്കായിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടുവച്ചതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർമി ക്യാമ്പാണ്. അതായത് മുരുകാണ്ട് സാമ്രാജ്യത്തിലെ 6 ഭാഗത്തിരുന്ന് കൺട്രോൾ ചെയ്ത് മെയിൻ ക്യാപിറ്റൽ അതിന് ചുറ്റും 6 ഇത് അവിടുന്ന് ആർമി ക്യാമ്പാണ് അവരെ ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് നിന്നത്. അപ്പം അവിടുന്നാണ് പദയാത്രയായിട്ട് മുരുകനെ കാണാൻ വരുന്ന പട്ടാളക്കാരാണ് നമ്മുടെ പദയാത്രയായിട്ട് മാറിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള 6 ആർമി ക്യാമ്പ്, 6 പടവീട്, അതിനെക്കുറിച്ച് ഞാൻ ഈ യാത്രയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഇപ്പോൾ ഞാൻ തായ്വാനിൽ എത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു പടവീടിലാണ്. അന്നത്തെ കാലത്ത് കുമാരികാണ്ട സമയത്ത് ഒരു പടവീട്. ഡീറ്റെയിൽസ് ഞാൻ വേറെ പറയാം. ഇപ്പോൾ ഇവിടെ ഞാൻ അപ്പോൾ ഈ തായ്വാനിലെത്തിയിട്ട് തായ്വാൻ്റെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറയാം. പിന്നെ അത് കടലിൽ സഞ്ചരിക്കുക, കരയിൽ സഞ്ചരിക്കുക, പർവ്വതത്തിൽ സഞ്ചരിക്കുക, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സൺമൂൺ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് തായ്വാനിലുള്ളത്. ഇവിടെ ചെറിയൊരു അമ്പലത്തിലാണ് വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം വേറൊരു അമ്പലത്തിൽ പോകുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഇപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ദ്വീപ് കാണാം നിങ്ങൾക്ക്. ആ ദ്വീപ് ഇവിടുത്തെ ട്രൈബൽസിൻ്റെ ഒരു പവിത്രമായ ദ്വീപാണ്. ആ കാണുന്ന ചെറിയ ദ്വീപ് ലാലു ദ്വീപ് എന്നാണ് പറയുന്നത്. അവിടെ പബ്ലിക്കിന് പ്രവേശനമില്ല, അവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇതാണ് അമ്പലം, ചെറിയൊരു അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇവിടെ പല അമ്പലങ്ങളിലും താവോയിസും ബുദ്ധിസ്റ്റും ഇടകലർന്നിട്ടാണ് അമ്പലങ്ങളിലുള്ളത്. അത്രയൊരു അമ്പലത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അമ്പലത്തിൻ്റെ നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അടുത്ത അമ്പലം ഇത്. അമ്പലത്തിൻ്റെ ടെമ്പിൾ നെയിം വെങ്കൂട്ട് ടെമ്പിൾ. ഇത് ഇവിടെ എന്താ വെച്ചാൽ താവോയിസം, കൺഫ്യൂഷൻസ്, ബുദ്ധിസം എല്ലാം മിക്സ് ചെയ്തിട്ടാണ് എല്ലാ അമ്പലങ്ങളിലും അവർ ചെയ്തിരിക്കുന്നത്. താവോയിസം നമുക്കറിയാം, ലാവോട്സു ബോഗർനാഥർ സിദ്ധരാണ്. അദ്ദേഹത്തിൻ്റെ ചൈനീസ് നെയിമാണ് ലാവോട്സു. അദ്ദേഹം സ്ഥാപിച്ച മതമാണ് താവോസം. അദ്ദേഹം എഴുതിയ ബുക്കാണ് താവോ തേ ചി. അതേപോലെ ഒരാൾ ആ കാലത്ത് സെയിം കാലത്ത് ചൈനയിൽ ജീവിച്ചിരുന്ന വേറൊരു സ്കോളറായിരുന്നു കൺഫ്യൂഷൻസ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ലാവോട്സു, കൺഫ്യൂഷൻസ്. കൂടുതൽ കൺഫ്യൂഷനെ കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്പലങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്പലങ്ങളിലും അതും ബുദ്ധിസം മിക്സ് ചെയ്തിട്ടാണ് ഈ അമ്പലങ്ങളിൽ ഉള്ളത്. ഈ അമ്പലങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു അമ്പലത്തിൽ പോയല്ലോ, ആ അമ്പലത്തിലെ ഹുയാൻസാങ്ങിനെ കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് ബാറ്ററി സ്പേസ് ഇതിലുണ്ടായില്ല, അതുകൊണ്ട് അത് കട്ടായിപ്പോയി. അതിനെക്കുറിച്ച് കൂടി പറയണം. അതുകൊണ്ട് പറയാം ഞാനിപ്പോൾ. നമുക്ക് നടന്ന് സംസാരിക്കാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അമ്പലത്തിൻ്റെ പ്രത്യേകത ഹുയാൻസാങ്, മാസ്റ്റർ ഹുയാൻസാങ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഫാഹിയാൻ ഹുയാൻസാങ് ഒക്കെ നമ്മൾ ചൈനയിൽ നിന്ന് വന്നിട്ട് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ചരിത്ര വിവരണങ്ങളിലൂടെ ആണ് നമ്മൾ കുറേ നമ്മുടെ കാര്യങ്ങൾ ലോകത്തിൽ ഭാരതത്തിനെ കുറിച്ചൊക്കെ അറിയപ്പെടാൻ ഒരു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ അറിയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവും ഹുയാൻസാങ്ങിനെ കുറിച്ച്, ഫാഹിയാനെ കുറിച്ച്. ആ ഹുയാൻസാങ് അദ്ദേഹം എന്താ പറയുക, ആ സ്കോളർ ഇന്ത്യയിൽ വന്ന് താമസിച്ച് തിരിച്ച് വന്ന് ചൈനയിൽ പോയിട്ട് അദ്ദേഹത്തിന് ബുദ്ധമതം സ്ഥാപിക്കുക, അങ്ങനെ കുറേ പ്രചാരണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ വലിയൊരു മാസ്റ്ററുടെ തലയിൽ ഹെഡ് എന്താ പറഞ്ഞാൽ അതിൽ ഹുയാൻസാങ്ങിന് അല്ല വേഡ് യൂസ് ചെയ്ത ഒരു ഹെഡ് റിലാക്സ് എന്താ ഒരു വേഡ് human relic. The Huyansang head relic. Not here, not this one. Name. What is the name of the Head relics. head relics. അങ്ങനെ ഒരു വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അതായത്
വലിയ ആൾക്കാരുടെ ഗുരുക്കന്മാരുടെ സിദ്ധന്മാരുടെയൊക്കെ തലേന്ന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഇത്. അത് ഹുയാൻ സാഗറിനെ അവർ കണ്ടെടുക്കുകയും ഗവൺമെൻറ് തന്നെ അത് എടുത്തുകൊണ്ട് വന്ന് തായ്വാനിൽ ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തിൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി ഒരു അമ്പലം പ്രതിഷ്ഠിച്ചിരുന്നു. ആ അമ്പലത്തിലേക്കാണ് ഞാൻ നേരത്തെ കാണിച്ച അമ്പലം. അവിടുന്ന് ഇപ്പോൾ തൽക്കാലം ആ ഇത് മാറ്റി. അപ്പോൾ ഈ അമ്പലം ഞാൻ പറഞ്ഞ പോലെ കൺഫ്യൂഷൻസ്, താവോയിസം, ബുദ്ധിസം എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. സൺമൂൺ ലേക്ക്, തായ്വാനിലൊരു സ്ഥലം, അതിൻ്റെ അടുത്താണ് ഈ അമ്പലം ഉള്ളത്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ചെന്നെത്തിയത് ഇന്ത്യയിൽ വന്ന ഇവിടുത്തെ ചൈനയിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ വന്ന് പ്രാർത്ഥിച്ച ഒരു ഗുരുവിൻ്റെ അടുത്ത് തന്നെ ഹുയാൻ സാങ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഇവിടേക്ക് വന്നത് ആദ്യം എത്തിച്ചത് ഭഗവാൻ എത്തിച്ചത് ഭയങ്കര അത്ഭുതമായി തോന്നി. കാരണം ഈ മണ്ണിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഒരു വലിയൊരു മാസ്റ്ററാണ്. ഇവിടുന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യൻ സംസ്കാരം മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു മാസ്റ്ററുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാവും ഭഗവാൻ അവിടേക്ക് തന്നെ ഫസ്റ്റ് എത്തിച്ചത്. അവിടെ നിന്ന് അദ്ദേഹത്തെ നല്ലോണം പ്രാർത്ഥിച്ചു, പതിനാണ്ടവരെ നല്ലോണം പ്രാർത്ഥിച്ചു. ഇന്ന് വല്ലലാർ ജയന്തി കൂടെയാണ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. വല്ലലാർ ജയന്തിയാണ് ഇന്ന്. ആ ദിവസം തന്നെ ഇവിടെ എത്തിപ്പെട്ടു. അപ്പോൾ അതൊരു വലിയൊരു സന്തോഷമായ കാര്യം. പിന്നെ ഇവിടെ വന്നത് 6 പട വീട്, അതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ ഇനി പറയാനുള്ളത്. 6 പട വീട് നമുക്കറിയാം, തമിഴ്നാട്ടിൽ മുരുകൻ്റെ വലിയൊരു അമ്പലങ്ങളാണ്. അപ്പോൾ 6 പട വീട് പഴനി, തിരുത്തണി, തിരുപ്രംകുണ്ട്രം, പഴമുതിർച്ചാല, സ്വാമിമല, തിരുച്ചെന്തൂർ, 6 പട വീട്.